നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഇപ്പോൾ എനിക്ക് 5th മന്ത് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ഡയബറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്യുക, അതായത് നമ്മളൊരു ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ, റൈസ് ഒരുപാട് കുറച്ച് കഴിക്കാണ്ട് ഒരു നേരം മാത്രം റൈസ് കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഏത്തപ്പഴം ഒന്നും ഒരുപാട് കഴിക്കണ്ട. അപ്പോൾ ഏത്തപ്പഴം കഴിക്കാം, പക്ഷെ അത് ഒരുപാട് പഴുത്ത ഫ്രൂട്ട്സ് ഒന്നും കഴിക്കരുത്. അപ്പോൾ ഇവിടെ ഞാൻ അതിന് പറ്റിയ ഒരു ഡയറ്റാണ്. നമുക്കൊരു 11:30 ആകുമ്പോൾ ഇത് കഴിക്കുവാണെങ്കിൽ ഫുഡ്, അതായത് നമ്മുടെ ചോറ് കഴിക്കുന്നത് കുറച്ച് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ 4 മണിക്ക് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി രാത്രി സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വിശപ്പിനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് പറ്റും. അതിനായിട്ട് ഞാൻ റാഗിപ്പൊടിയും കൊണ്ടിട്ടുള്ള ഒരു കുക്കീസ് പോലെ, നമ്മളിതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, റാഗിപ്പൊടിയും പിന്നെ മുട്ടയുടെ വെള്ളയും മാത്രം ചേർത്തുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉപ്പും ഇട്ട് അല്പം പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ആവിയിൽ വേവിച്ച ഒരു കുക്കീസ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത്തപ്പഴം എന്ന് പറയുന്നത്, ഏത്തപ്പഴം ഒരു ചെറിയ 2 പീസ് മാത്രം കഴിച്ചാൽ മതി. അതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കരുത്, ഒരുവിധം പാകമായത്, എന്നാൽ പഴുത്തിട്ടുമില്ല പഴുക്കാത്തതുമല്ല എന്ന രീതിയിലുള്ള ഏത്തപ്പഴം ആവിയിൽ ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് വേവിച്ച് അതെടുക്കാം. പിന്നെ എടുക്കുന്നത് പാല്, ഒരു ഗ്ലാസ് പാല്, അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യരുത്, ആഡ് ചെയ്യാതെ പാല് കുടിക്കുക. ഇത് ഇത്രയും ആ ഒരു 11:30 ടൈമിൽ കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം തന്നെ, നമുക്ക് ചോറ് കഴിക്കുന്നതിൽ നമുക്ക് ധാരാളം കുറവ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്